ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അനാർക്കലി ഡ്രസ്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ആ ഓർഡർ എങ്ങനെയാണ് ചെയ്തത്, അതിൻ്റെ ഹാൻഡ് വർക്കും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും എല്ലാമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ കസ്റ്റമർ ഇതൊരു 8 ഡ്രസ്സായിട്ടാണ് ചൂസ് ചെയ്തത്. സ്കൂളിലുള്ള ടീച്ചേഴ്സിന് 8 അനാർക്കലീസ് ഒരേപോലെ വേണമെന്നാണ് പറഞ്ഞത്, ഡിഫറെൻറ്റ് മെഷർമെൻറ്റിൽ. അപ്പോൾ നമ്മളതിൻ്റെ ഹാൻഡ് വർക്ക് കഴിഞ്ഞ് അതിൻ്റെ സ്റ്റിച്ചിങ് പ്രോസസ്സിലേക്ക് നടക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ സീക്വൻസും ബീഡ്സും വെച്ചിട്ട് നമ്മൾ വി നെക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സിബ്, താഴത്തെ അനാർക്കലി ഫ്ലെയറുമായിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഒരു ക്രോസ് ആയിട്ടുള്ള ആഗ്രക മോഡലിലുള്ള ഒരു ഡ്രസ്സാണിത്. ഇതിൻ്റെ സ്ലീവിലും സെയിം പാറ്റേൺ തന്നെ വരുന്നുണ്ട്. 3/4 സ്ലീവാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവിലും സെയിം ബീഡ്സ് ആൻഡ് സീക്വൻസ് വർക്ക്, അതേപോലെ നെക്കിൽ എന്ത് പാറ്റേൺ ആണോ അതേപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയതിന് ശേഷം എനിക്ക് അതായത് ഡിഫറെൻറ്റ് മെഷർമെൻ്റ് ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടി വന്നു. ഒരേപോലത്തെ ഇപ്പോൾ എം സൈസ് ഒരു 4 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇതെല്ലാം ഓരോ മെഷർമെൻറ്റും ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ബാക്ക് സിബ് ആയതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു. ഓക്കെ, അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന പാർട്ടാണ് കാണിക്കുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഫ്രണ്ട് പാർട്ട് യോക്ക് പോർഷനാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഹാൻഡ് വർക്കുള്ള പാർട്ടും സിബിൻ്റെ ബാക്ക് പാർട്ടുമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിലെ 8 ഡ്രസ്സും സെയിം കളർ തന്നെയാണ് അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റെഡ് തന്നെയാണ് എല്ലാവരും ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളർ ഓർഡർ ചെയ്യാൻ കുറച്ച് ഈസി ഉണ്ടായിരുന്നു. ഫാബ്രിക് ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്യുന്നത്. ഫാബ്രിക് കമ്മിങ് ഫ്രം സൂറത്ത്. അപ്പോൾ ഞാനത് ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ട് എത്ര ഡ്രസ്സിന് ഒരു അനാർക്കലി ചെയ്യാൻ ഏകദേശം ഒരു 7 മീറ്ററോളം, ദുപ്പട്ട പ്ലസ് ദുപ്പട്ടയോട് കൂടെ 7.5 8 മീറ്റേഴ്സോളം വരും. അപ്പോൾ അത്രയും ഒരു ഡ്രസ്സിന് 8 മീറ്റേഴ്സ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മെറ്റീരിയൽ വന്നതിന് ശേഷം പിന്നെ സെയിം അതിൻ്റെ ലൈനിങ്ങും നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പ് ലൈനിങ്ങാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ക്രേപ്പും ഇതും ജോർജറ്റും കൂടെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഒരു 3 to 4 ഡേയ്സിനുള്ളിലാണ് നമുക്ക് ആ ഓർഡർ കിട്ടിയതിന് ശേഷം ഹാൻഡ് വർക്കറിൻ്റെ അടുത്ത് ചെയ്യാൻ കൊടുത്തു. കിട്ടിയതിന് ശേഷമാണ് കട്ടിങ്ങൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ യോക്ക് പോർഷനിൽ മാത്രമാണ് വർക്ക് വരുന്നത്, താഴേക്കൊന്നും വർക്കില്ല. താഴെ ഫ്ലെയർ പ്ലെയിൻ ആയിട്ടാണുള്ളത്. അതേപോലെ ദുപ്പട്ടയും പ്ലെയിൻ ആയിട്ടായിരുന്നു അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് നമുക്ക് കൂടുതൽ വർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എമൗണ്ട് കൂടുന്നു വെച്ചിട്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രം, അതായത് കാണുന്ന ഭാഗത്തും സ്ലീവിൽ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റിച്ചിങ് കഴിഞ്ഞാലും നമ്മൾ അയൺ ബോക്സ് അടുത്ത് തന്നെ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് ഇപ്പോൾ സിബിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ അയൺ ചെയ്യുക. നെക്ക് ഫിനിഷ് ചെയ്ത ഉടനെ തന്നെ അവിടെ അയൺ ചെയ്യുക. അങ്ങനെ നമ്മൾ അയൺ ചെയ്ത് ഒരു ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. നമുക്കത് ഓവറോൾ കാണുമ്പോഴും നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഏത് പാർട്ടാണോ നെക്ക് സിബിൻ്റെ പാർട്ട്, അതാണ് മെയിനായിട്ടുള്ളത്. ആ പാർട്ട് നമ്മൾ ഓരോ സ്റ്റിച്ചിങ് കഴിഞ്ഞാലും അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ നീറ്റായിട്ട് ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ ഫൂട്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ പ്രഷർ ഫൂട്ട് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ലൈനിൻ്റെ അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കൂടുതൽ വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അനാർക്കലിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.